ഈ വാദ്യോപകരണ പരിചയ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാരെയും ക്ഷണിക്കുകയാണ്. എനിക്കറിയുന്ന വളരെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. നമ്മൾ ചെറുപ്പം മുതലേ വളരെ കുഞ്ഞായിരിക്കുന്ന കാലം മുതലേ കാണുന്നതാണ് ചെണ്ടയും അതുപോലുള്ള മറ്റ് വാദ്യങ്ങളെല്ലാം. എന്നിരുന്നാലും പല വാദ്യങ്ങളുടെയും പേരുകളോ അത് ഉപയോഗിക്കുന്ന രീതികളോ അത് ഏതെല്ലാം കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെന്നോ നമുക്ക് പലപ്പോഴും അറിയാറില്ല. അത്തരം കാര്യങ്ങളിലേക്കാണ് ഇന്ന് മാഷ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാരും വളരെ ശ്രദ്ധാപൂർവം ഈ ക്ലാസ്സിൽ ശ്രദ്ധിക്കുക. വാദ്യങ്ങൾ എന്നാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. എന്താണ് വാദ്യങ്ങൾ? വാദ്യോപകരണങ്ങൾ. വാദ്യോപകരണങ്ങൾ എന്ന് പറയുന്നത് വാദനം ചെയ്യാൻ കഴിയുന്ന ഉപകരണങ്ങളെയാണ് വാദ്യോപകരണങ്ങൾ എന്ന് പറയുന്നത്. വാദനം ചെയ്യുക എന്ന് പറഞ്ഞാൽ വായിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ പുസ്തകങ്ങളാണ് വായിക്കാറ്. പക്ഷേ ഉപകരണങ്ങൾ വായനയ്ക്ക് സാധ്യമാകുന്ന രീതിയിൽ അതിൻ്റെ കെട്ടിലും മട്ടിലും നിർമ്മിതിയിലും മാറ്റങ്ങൾ വരുത്തുമ്പോഴാണ് അത് വാദ്യ ഉപകരണങ്ങളാവുന്നത്. വാദ്യോപകരണങ്ങൾ തന്നെ പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണുള്ളത്. നമുക്കറിയാവുന്നതാണ് സംഗീത ഉപകരണങ്ങളും താള വാദ്യോപകരണങ്ങളും. സംഗീതോപകരണങ്ങൾ ആ പേരിൽ തന്നെ നമുക്കറിയാം സംഗീതവുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളാണ്. ഏതൊക്കെയായിരിക്കും സംഗീതോപകരണങ്ങൾ? നമുക്കെല്ലാവർക്കും അറിയാം. വയലിൻ, വീണ, തബല, ഗിറ്റാർ, അങ്ങനെ ഒട്ടനവധി സംഗീതോപകരണങ്ങളുണ്ട്. അതേപോലെ തന്നെ താളവാദ്യോപകരണങ്ങളുണ്ട്. താളവാദ്യോപകരണങ്ങൾ നമ്മൾ സാധാരണയായിട്ട് ഉത്സവപ്പറമ്പുകളിലൊക്കെ കാണുന്ന ചെണ്ട പോലുള്ള ഉപകരണങ്ങളാണ്. ഇന്ന് മാഷ് പറയുന്നത് താളവാദ്യോപകരണങ്ങളെക്കുറിച്ചാണ്. ഈ താളവാദ്യോപകരണങ്ങൾ തന്നെ 4 തരത്തിലുണ്ട്. അതിൻ്റെ നിർമ്മിതി, അതിന് നിർമ്മാണം കൊണ്ട് വ്യത്യസ്തമായ 4 തരം വാദ്യോപകരണങ്ങളുണ്ട്. ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ചെണ്ട പോലുള്ള ഉപകരണം, അതായത് തുകൽ കൊണ്ട് ഉണ്ടാക്കിയ ഉപകരണങ്ങൾ. അവനദ്ധവാദ്യം അല്ലെങ്കിൽ തുകൽ വാദ്യം എന്ന് പറയുന്ന ഉപകരണമാണ് ആദ്യത്തെ വിഭാഗത്തിൽപ്പെടുന്നത്. രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെടുന്നത് സുഷിരവാദ്യങ്ങളാണ്. സുഷിരം എന്ന് പറഞ്ഞാൽ ദ്വാരം എന്നാണ് അർത്ഥം. അപ്പോൾ ദ്വാരങ്ങൾ ഉള്ള, അതായത് നമ്മൾ വായ കൊണ്ട് ഊതി ചില ദ്വാരങ്ങളിലൂടെ, സുഷിരങ്ങളിലൂടെ ഈ വായു പുറത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദങ്ങൾ കൊണ്ട് ഉള്ള ഉപകരണങ്ങൾ. ഉദാഹരണത്തിന് ഓടക്കുഴൽ, അതേപോലെ തന്നെ കുറുങ്കുഴൽ, നാഗസ്വരം, കൊമ്പ്, ഇത്തരത്തിലുള്ള ഉപകരണങ്ങളാണത്. മൂന്നാമത്തത് തന്ത്രിവാദ്യങ്ങളാണ്. തന്ത്രിവാദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ കമ്പികൾ വലിച്ചു കെട്ടി അതിൽ കൈകൊണ്ട് തട്ടി ഉണ്ടാക്കുന്ന, ശബ്ദമുണ്ടാക്കുന്ന ഉപകരണങ്ങൾ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വീണ അല്ലെങ്കിൽ വയലിൻ, നന്ദുനി തുടങ്ങിയ ഉപകരണങ്ങളാണ് തന്ത്രി വാദ്യത്തിൽപ്പെടുന്നത്. നാലാമത്തെ വിഭാഗം ഘനവാദ്യങ്ങൾ. ഘനവാദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ലോഹം കൊണ്ട് നിർമ്മിച്ച വാദ്യങ്ങളാണ് ഘനവാദ്യങ്ങൾ. ലോഹങ്ങൾ തട്ടി ശബ്ദമുണ്ടാക്കുന്ന വാദ്യങ്ങൾ. ഇലത്താളം, കുഴിത്താളം പോലുള്ള വാദ്യങ്ങളാണ് ഘനവാദ്യങ്ങൾ. ഇന്ന് ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഇടയ്ക്കയാണ്. നിങ്ങളെല്ലാവരും ഇടയ്ക്ക കണ്ടിട്ടുണ്ടാവും. ഇടയ്ക്ക എന്ന് പറയുന്ന വാദ്യോപകരണം ദേവവാദ്യമായിട്ടാണ് സങ്കല്പിക്കുന്നത്. ഇടയ്ക്കയ്ക്ക് നമ്മുടെ കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് വാദ്യോപകരണ മേഖലയിലുള്ളത്. ഇടയ്ക്ക വാദ്യം
നമ്മൾ ഉപയോഗിക്കുന്നത് സോപാന സംഗീതത്തിനും ഒപ്പം കഥകളിക്കും ഒക്കെ പക്കമേളമായിട്ടാണ് കാണുന്നത്. ഈ ഇടയ്ക്ക എന്നത് താളവാദ്യവും ഒപ്പം സംഗീതവാദ്യവുമായിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട്. സംഗീതത്തിന് പക്ക വാദ്യമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് സംഗീതവാദ്യമായിട്ടും ഈ ഇടയ്ക്കയെ കാണുന്നത്. ഇതാണ് ഇടയ്ക്ക. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ക്ഷേത്രങ്ങളിൽ ക്ഷേത്ര സോപാനത്തിൻ്റെ തൊട്ടടുത്ത് നിന്ന് ഇത് കൊട്ടി ആലപിക്കുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇവിടെ നോക്കുക, ഇതിന് 2 വശങ്ങളാണുള്ളത്. ഈ ഒരു വശത്താണ് ഇതിന് കൊട്ടി ശബ്ദമുണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ഈ 2 വട്ടങ്ങളുടെയും നടുക്ക് ഒരു കുറ്റിയുണ്ട്. ഉള്ളുപൊള്ളയായിട്ടുള്ള ഒരു കുറ്റിയാണ്. അതേപോലെ തന്നെ ഈ 2 വശങ്ങളുള്ള വട്ടങ്ങളും ചേർത്തി കയറുകൊണ്ട് ഇത് ബന്ധിപ്പിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ ഇത്തരത്തിലുള്ള 4 കോലുകൾ, ജീവക്കോല് എന്നാണ് ഇതിന് പറയുക, 4 കോലുകളിൽ അപ്പുറത്തിപ്പുറത്തായിട്ട് ചെണ്ടുകൾ തൂക്കിയിട്ടുണ്ട്. ഈ ചെണ്ടുകൾ മൊത്തം 64 എണ്ണമാണുള്ളത്. ഈ 64 എണ്ണം എന്നുള്ളത് 64 കലകളെ സൂചിപ്പിക്കുന്നു എന്നാണ് ഐതിഹ്യം. അതേപോലെ തന്നെ ഇത് 4 കോലുകളാണുള്ളത്. 4 കോലുകൾ 4 വേദങ്ങളായിട്ടാണ് സങ്കല്പിക്കുന്നത്. അതേപോലെ തന്നെ 8 സെറ്റ് ചെണ്ടുകളാണ് ഉള്ളത്. ഇതിന് വീണ്ടും ദേവവാദ്യമാണെന്ന് ഇതിന് പറയാനുള്ള പ്രധാന കാരണം ഇതിൻ്റെ സങ്കല്പമാണ്. സൂര്യ ചന്ദ്രന്മാർ ആണ് ഇവിടെ സങ്കല്പിച്ചിരിക്കുന്നത്. അതേപോലെ നടുക്കിലത്തെ ഈ കുറ്റി ഭൂമിദേവിയെ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഈ കയറ്, സൂര്യചന്ദ്രന്മാരെ ബന്ധിപ്പിച്ചിട്ടുള്ള ഈ കയറ് അനന്തനാഗത്തെ സൂചിപ്പിക്കുന്നു. അതേ നേരത്തെ പറഞ്ഞു 64 കലകളും 4 വേദങ്ങളും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഒരു ദേവവാദ്യമായിട്ട് സങ്കല്പിക്കുന്നത്. ഒപ്പം ഇതിന് ഇടയ്ക്ക എന്നുള്ള പേര് വരാനുള്ള ഒരു കാരണമായിട്ട് ചില നിരീക്ഷകർ പറയുന്നത്, ഈ വാദ്യം നിലത്ത് വയ്ക്കാറില്ല. വേറെ എല്ലാ വാദ്യവും നമ്മൾ നിലത്ത് വെച്ച് കാണാറുണ്ട്. പക്ഷേ ഈ വാദ്യം നിലത്ത് വയ്ക്കാറില്ല. ഭൂമിക്കും ആകാശത്തിനുമിടയിൽ തൂക്കിയിട്ടിട്ടാണ് ഇതുണ്ട്. അതുകൊണ്ട് ഭൂമിയുടെ ആകാശത്തിന് ഇടയ്ക്ക് നിർത്തുന്ന വാദ്യമായതുകൊണ്ട് ആണ് ഇതിന് ഇടയ്ക്ക എന്നുള്ള പേര് വന്നതെന്ന് ഒരു വിഭാഗം ചരിത്രാന്വേഷകർ സൂചിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഇതൊന്ന് കൊട്ടി നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു സോപാന സംഗീതത്തിനാണ് പ്രധാനമായിട്ട് ഇടയ്ക്ക ഉപയോഗിക്കുന്നത്. ഒപ്പം കഥകളി സംഗീതത്തിൽ ആണ് ഇടയ്ക്ക ഉപയോഗിക്കുന്നത്. നമുക്ക് ഒരു സോപാന സംഗീതത്തിൻ്റെ ഒരു ഭാഗം നമുക്കൊന്ന് പരിചയപ്പെടാം. അതിരമണീയം തവ തിരുരൂപം പൂർണ്ണത്രയീശ ഹരേ ഹരേ കൃഷ്ണ പൂർണ്ണത്രയീശ ഹരേ. അതിരമണീയം തവ തിരുരൂപം പൂർണ്ണത്രയീശ ഹരേ ഹരേ കൃഷ്ണ പൂർണ്ണത്രയീശ ഹരേ. തവ മാനസമൊരു പൂജാപുഷ്പം തിരുമുമ്പിലർപ്പിച്ചിടുന്നേ. കൈക്കൊള്ളേണമേ കൃഷ്ണമുരാരേ പൂർണ്ണത്രയീശ ഹരേ ഹരേ കൃഷ്ണ പൂർണ്ണത്രയീശ ഹരേ. അതിരമണീയം തവ തിരുരൂപം പൂർണ്ണത്രയീശ ഹരേ
ഹരേ കൃഷ്ണ പൂർണ്ണത്രയീശ ഹരേ. ഇപ്പോൾ നമ്മൾ സോപാന സംഗീതവും ഇടയ്ക്ക വായിക്കുന്ന രീതിയും നമ്മൾ കണ്ടു. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ സോപാന സംഗീതത്തിനും കഥകളി സംഗീതത്തിനും ഒപ്പം പഞ്ചവാദ്യത്തിൻ്റെ ഒരു പ്രധാന വാദ്യം കൂടിയാണ് ഈ ഇടയ്ക്ക. ഇനി നമുക്ക് മറ്റൊരു വാദ്യത്തിലേക്ക് പോകാം. അടുത്ത വാദ്യോപകരണമാണ് തിമില. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും തിമില. നേരത്തെ ഇടയ്ക്കയുടെ പറഞ്ഞതുപോലെ തന്നെ ഇതിനും രണ്ട് വശങ്ങളാണുള്ളത്. നടുക്ക് ഇടയ്ക്ക കുറ്റിയേക്കാൾ കുറച്ചുകൂടെ വലുപ്പമുള്ള ഒരു കുറ്റിയാണ്, പ്ലാവിൻ്റെ കുറ്റിയാണ്, ഉള്ള് പൊള്ളയായിട്ടുള്ള കുറ്റിയാണ്. ഈ രൂപത്തിൽ തന്നെയാണ് ഇതിൻ്റെ ഉൾവശവും. രണ്ട് ഭാഗം വലിയ ദ്വാരങ്ങളാണ്, നടുക്കേക്ക് വരുമ്പോൾ ചെറിയ ദ്വാരമായി പോകും. പണ്ടത്തെ കടുന്തുടി എന്ന് പറയുന്ന പൂർവികമായ പുരാണമായിട്ടുള്ള കേരളത്തിൻ്റെ തനത് വാദ്യമായിട്ടുള്ള കടുന്തുടിയുടെ ഒരു പരിഷ്കൃത രൂപം ആണ് ഈ തിമില എന്ന് പറയുന്നത്. നേരത്തെ കോലുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കയിൽ കൊട്ടിയതെങ്കിൽ ഇതിൽ കൈകൊണ്ടാണ് നമ്മൾ തിമിലയിൽ കൊട്ടുന്നത്. തിമില എന്ന് പറയുന്നത് പഞ്ചവാദ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ്. ഒപ്പം ക്ഷേത്ര അടിയന്തര ആവശ്യങ്ങൾക്കുള്ള പാണിക്കും നമ്മൾ ഈ തിമില ഉപയോഗിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. നേരത്തെ രണ്ട് വശങ്ങളാണെന്ന് പറഞ്ഞു. ഇതും തുകലാണ്, തുകൽവാദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് തിമില എന്ന് പറയുന്നത്. നമുക്കിതിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കാം. ഈ ശബ്ദമാണ് തോങ്കാരവും തകാരവും എന്നീ രണ്ട് ശബ്ദം മാത്രമാണ് ഈ തിമിലയ്ക്ക് ഉള്ളത്. പക്ഷേ പഞ്ചവാദ്യത്തിൽ ഒക്കെ വളരെ ദ്രുതഗതിയിലും വളരെ താളാത്മകമായിട്ടും കൊട്ടാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് ഈ തിമില എന്നുള്ളത്. പഞ്ചവാദ്യത്തിൻ്റെ പ്രാമാണിത്യം നിശ്ചയിക്കുന്ന ഉപകരണം കൂടിയാണ് ഈ തിമില. ഇനി നമുക്ക് അടുത്ത ഒരു ഉപകരണത്തിലേക്ക് പോകാം. ഇത് ഇലത്താളം. നേരത്തെ നമ്മൾ 4 തരം വാദ്യോപകരണങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതിലെ ഘനവാദ്യം എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്നതാണ് ഈ ഇലത്താളം. ഇതിന് 2 ഭാഗങ്ങളാണുള്ളത്, രണ്ടും ഒരേപോലുള്ള 2 ഭാഗങ്ങൾ. ഇത് ഓട് എന്ന് പറയുന്ന ലോഹസങ്കരം കൊണ്ട് ഉണ്ടാക്കിയ ഉപകരണമാണ്. ഇലത്താളം ഉപയോഗിക്കുന്ന വാദ്യരൂപങ്ങളിൽ ഒരുവിധ എല്ലാ വാദ്യ സഞ്ചയത്തിലും നമ്മൾ ഇലത്താളം കാണാം. ഇതൊരു താളവാദ്യമായിട്ട് ആണ് ഉപയോഗിക്കുന്നത്. പഞ്ചവാദ്യത്തിലായാലും മേളത്തിലായാലും കൊമ്പുപറ്റിലും കുഴൽപ്പറ്റിലും കേളിയിലും എല്ലാം തന്നെ നമുക്ക് ഇലത്താളം കാണാം. അതുകൊണ്ട് തന്നെ ഒരു താളത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമായിട്ടാണ് നമ്മൾ ഇലത്താളത്തെ കാണുന്നത്. നമ്മൾ ഉത്സവപറമ്പുകളിലൊക്കെ ഇലത്താളം ഇപ്പോൾ സജീവമായ ഒരു സ്വതന്ത്രവാദ്യ ഉപകരണമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് 2 ലോഹ തകിടുകൾ തന്നെയാണ്. ഞാൻ പറഞ്ഞു ഓട് എന്ന ലോഹസങ്കരം കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിതൊന്ന് ശബ്ദം കേൾക്കാം ഇതിൻ്റെ. അപ്പം നമ്മൾ ഇലത്താളത്തിൻ്റെ ഉപയോഗിക്കുന്ന കലാരൂപങ്ങൾ പഞ്ചവാദ്യം, വിവിധ മേളങ്ങൾ, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, അതേപോലെ തന്നെ
കഥകളി തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളിലും നമ്മുടെ എലത്താളം ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വാദ്യരൂപമാണ് എലത്താളം എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വാദ്യോപകരണമാണിത്. ഇതെന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചെണ്ടയാണിത്. ചെണ്ടയ്ക്ക് കേരളക്കരയിൽ ഇത്രത്തോളം കേരളത്തിൻ്റെ കലാപാരമ്പര്യമായിട്ട് ബന്ധപ്പെട്ട ഇത്രയും ഇഴുകിച്ചേർന്ന മറ്റൊരു വാദ്യോപകരണങ്ങളില്ല എന്ന് തന്നെ പറയാം. 18 വാദ്യങ്ങൾക്കും മേലെയാണ് ചെണ്ട എന്നാണ് പ്രമാണം. അതിൻ്റെ ആസുരമായ ശബ്ദമാണ് അതിൻ്റെയൊക്കെ മുകളിൽ നിൽക്കാൻ ചെണ്ടയെ പ്രാപ്തമാക്കിയത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നേരത്തെ തിമിരയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ നിർമ്മിതി 2 വട്ടങ്ങളെന്നാണ് പറയുക ഇതിന്. ഒപ്പം നടുക്ക് ഉള്ളുപൊള്ളയായ കുറ്റി, ഇവിടെ ഈ കെട്ടിവരിഞ്ഞു മുറുക്കിയ കയറുകളാണ് ഇതിൻ്റെ നിർമ്മിതി. തോലാണ്. ഒപ്പം തന്നെ ഇതിന് 2 വശത്തും 2 ശബ്ദമാണ്. നമുക്കൊന്ന് കേൾക്കാം. ഇത് പിൻഭാഗത്തുള്ള ശബ്ദമാണ്, വലന്തല എന്ന് പറയും. ഇത് ഇടന്തല. ഇവിടെയാണ് നമ്മൾ മേളങ്ങൾ കൊട്ടുന്നത്. ദേവ അസുര സങ്കല്പം ഇതിനുണ്ട്. പക്ഷേ അസുരവാദ്യമായിട്ടാണ് ചെണ്ടയെ നമ്മൾ പറയാറ്. ഇതിൻ്റെ ആസുരമായ ശബ്ദം കൊണ്ടാണ് ഈ ചെണ്ടയെ അസുരവാദ്യമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇതിൻ്റെ നേരത്തെ പറഞ്ഞ വലന്തല ഭാഗം ദേവവാദ്യമായിട്ടും ഇടന്തല ഭാഗം അസുരവാദ്യമായിട്ടും നമ്മൾ കണക്കാക്കുന്നു. നമുക്ക് ചെണ്ടയുടെ ചരിത്രം ഒക്കെ നമ്മൾ പറഞ്ഞു. നമുക്കിതൊന്ന് കൊട്ടി കേൾക്കാം. ഇതാണ് ചെണ്ടയുടെ ശബ്ദം. ചെണ്ട പ്രധാനമായിട്ടും മേളത്തിന് ആണ് ചെണ്ട ഉപയോഗിക്കുന്നത്. പിന്നെ കേളി, അതേപോലെ തന്നെ നമ്മുടെ നാടൻ കലാരൂപമായ തെയ്യം, തെറ എന്നീ കലാരൂപങ്ങൾക്ക് ചെണ്ട പക്കമേളമായിട്ട് ഉപയോഗിക്കുന്നു. ചെണ്ടയിലുള്ള ഒരു കലാകാരൻ്റെ കഴിവും പ്രാമാണിത്യവും തെളിയിക്കുന്ന ഒരു കലാരൂപമാണ് തായമ്പക. അതേപോലെ തന്നെ കഥകളി. അവിടെയൊക്കെയാണ് ചെണ്ട കലാകാരൻ്റെ വൈദഗ്ധ്യവും പ്രാവീണ്യവും തെളിയിക്കുന്ന കലാരൂപങ്ങൾ. അതേപോലെ തന്നെ ചെണ്ടമേളം, വിവിധ തരം മേളങ്ങളുണ്ട്. നമ്മൾ സാധാരണയായിട്ട് നാട്ടിൻപുറങ്ങളിൽ പരിചയമുള്ള മേളങ്ങൾ പാണ്ടി മേളവും പഞ്ചാരി മേളവും ഒക്കെയാണ്. അതല്ലാതെ തന്നെ പലതരം മേളങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. അടന്ത, ചെമ്പട, ചെമ്പ, അതേപോലെ തന്നെ ധ്രുവം, കൽപ്പം, അഞ്ചടന്ത എന്നിങ്ങനെ ഒട്ടനവധി മേളങ്ങൾ ഇന്ന് കേരളക്കരയിൽ ഈ ചെണ്ട വിഭാഗത്തിൽ ഉണ്ട്. നിങ്ങളെല്ലാവരും ഇനിയുള്ള ഉത്സവങ്ങളിലൊക്കെ പോകുമ്പോൾ അതിൻ്റെ നിർമ്മിതിയെക്കുറിച്ചും ആ വാദ്യം ഉപയോഗിക്കുന്ന രീതികളെക്കുറിച്ചുമൊക്കെ കൂടുതലായിട്ട് അറിയാൻ വേണ്ടി ശ്രമിക്കണം. ഈ വാദ്യോപകരണങ്ങൾ എല്ലാം തന്നെ നമുക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ സുഷിരവാദ്യങ്ങളൊന്നും തന്നെ നമ്മളിന്ന് പരിചയപ്പെട്ടിട്ടില്ല. സുഷിരവാദ്യങ്ങളിൽ കൊമ്പ്, കുഴൽ ഒക്കെ നിങ്ങൾ കാണുന്നതാണ്. അതേപോലെ തന്നെ ശംഖ് ഒക്കെ നിങ്ങൾ കാണുന്നതാണ്. ആ വാദ്യോപകരണങ്ങളും ഇന്ന് ക്ലാസ്സിൽ പരിചയപ്പെട്ട മുഴുവൻ വാദ്യോപകരണങ്ങളും ഇനി ഇന്ന് പരിചയപ്പെടാത്ത വാദ്യോപകരണങ്ങളുടെ അറിവുകളൊക്കെ മുതിർന്നവരോടും അതേപോലെ തന്നെ കലാകാരന്മാരോടും ഒക്കെ നേരിട്ട് ചോദിച്ച് പരിചയപ്പെടണം. വളരെ കുറഞ്ഞ വിവരങ്ങൾ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് പകർന്നു തരാൻ കഴിഞ്ഞിട്ടുള്ളൂ.
കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ മുതിർന്ന ആളുകളോടും അതേപോലെ തന്നെ പുസ്തകങ്ങളിലൂടെയും ഒപ്പം വലിയ കലാകാരന്മാരെ നേരിട്ട് കണ്ടും അവരോടുള്ള അനുഭവങ്ങൾ ചോദിച്ചറിഞ്ഞും നിങ്ങൾ പരിചയപ്പെടണം. അതിനുള്ള ഒരു ആദ്യ ചവിട്ടുപടിയായി മാത്രം ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. എല്ലാ കുട്ടികൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി.